ഹലോ ഗായ്സ്, പൊന്നൂസ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു മൂടിക്കെട്ടിയ ഇടവം തുടങ്ങിയത് കൊണ്ട് തന്നെ ചെറിയൊരു മഴയും തണുപ്പും മഞ്ഞും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം ഇപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുറ്റത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വെച്ച് കുറച്ച് വാമപ്പൊക്കെ ചെയ്ത് വാവയോടൊക്കെ മിണ്ടി. അപ്പോൾ അവൾ ഉറക്കമായിരുന്നു, എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് നടക്കാമെന്നൊക്കെ വെച്ചു. അപ്പം ഞാനിങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ വാവയുടെ അടുത്തൊക്കെ എന്തെങ്കിലും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ അവളുടെ കൂടെ ആയിരിക്കും കളിയും മേളമെല്ലാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒറ്റയ്ക്ക് അങ്ങ് നടക്കാം, ക്ലൈമറ്റൊക്കെ ഒന്നങ്ങ് കണ്ട് ആസ്വദിച്ച് നടക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവൾ വന്നു കേട്ടോ. അപ്പോൾ അവളുമായിട്ട് നടക്കുകയാണ്. അവൾക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് പ്രത്യേകിച്ച് മുറ്റത്തൂടി നടക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കൊരു ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് കളിക്കുകയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കളിയും മേളമൊക്കെ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം കണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഇച്ചായം വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഓൾറെഡി ആൾ നേരത്തെ വിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷവും കൂടി ദൈവം എനിക്ക് അനുഗ്രഹിച്ച് തന്നു. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഭയങ്കര സ്പെഷ്യലല്ലേ, പുതിയൊരു അതിഥി വരാൻ പോകുന്നു, പിന്നെ ഇവളുണ്ട്. പിന്നെ ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇച്ചയും കൂടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വിഷമവും മാറിക്കിട്ടും, കാരണം അടുത്ത മാസം ആളും എത്തും. അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ വർഷമാണ് ദൈവം സമ്മാനിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയാണ്. അപ്പോൾ രാവിലെ തന്നെ പൊറോട്ട അങ്ങനെ കഴിക്കാൻ എനിക്ക് അങ്ങനെ പാടില്ലാത്തതാണ്, കാരണം മൈദ ഒരുപാട് കഴിക്കാൻ പാടില്ലല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര കൊതിയായതുകൊണ്ട് പപ്പ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കള്ളപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പുതിയൊരു ലുക്കാണ്, മുടിയൊക്കെ അങ്ങ് വെട്ടി, അപ്പം പുതിയൊരു ലുക്കൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഈ ചായന് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് നേരത്തെ കട്ട് ചെയ്യാമെന്ന് വെച്ചു. കട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് കറണ്ട് അങ്ങ് പോയത്. ബർത്ത്ഡേ പ്രമാണിച്ച് കറണ്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരുട്ടത്തായി പോയിട്ടോ, അതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് കുറവായിട്ട് കാണുന്നത്. അപ്പം അവളെ രാവിലെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ചത് കൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇനി ഉറക്കം തൂങ്ങി അങ്ങനെ തോളത്തോട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വേഗം കേക്ക് അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവളെ അങ്ങ് കൊണ്ടൊക്കെ എടുത്തി. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇച്ചായൻ പറഞ്ഞു ഇച്ചായന് ഓഫീസിൽ പോകാൻ ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏതൊരു ഫങ്ഷൻ ആയിക്കോട്ടെ എല്ലാം ഇച്ചായൻ ഇവിടെ ഇല്ലെങ്കിലും വീഡിയോ കോളിലൊക്കെ വന്ന് കൂടിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ഇച്ചായൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട്. കാരണം ആളും ഉണ്ടായിരുന്നെങ്കിൽ ആളുടെ കൂടെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചത് ഒരു പ്രാവശ്യമാണ്, കല്യാണം കഴിഞ്ഞ് ദുബായിൽ വെച്ചിട്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മെമ്മറി ആയിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഇല്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇവളിത്രയും ഇങ്ങനെ 1.5 വയസ്സായി. അപ്പോൾ ഇവളുടെ കളിയും മേളമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ബർത്ത്ഡേ കുറച്ചുകൂടി സ്പെഷ്യലായെന്ന് മാത്രം. പിന്നെ അവൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പം വന്നു. അപ്പോൾ അവൾക്ക് കേക്ക് കൊടുത്തു. അവൾ ആ സമയത്ത് കേക്ക് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്കൊക്കെ കൊടുത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് സദ്യ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ പ്രാവശ്യവും ബിരിയാണി അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം സദ്യ ആയിക്കോട്ടെ എന്ന് വെച്ച് സദ്യ അങ്ങനെ ഒത്തിരി കറികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അവളും അടുക്കളയിലോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു അടുക്കളയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ചീനച്ചട്ടിയൊക്കെ എടുത്ത് അങ്ങ് തുടങ്ങി അവളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി പോലെ അങ്ങ് തുടങ്ങി. അനിയത്തി എന്ത് ചെയ്താലും അവൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങ് എടുത്ത് കൊടുക്കും. അപ്പോൾ അവളുടെ സന്തോഷത്തിന് എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ എന്ന് വെക്കും. അപ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. പപ്പ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പിന്നെ ചോറുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന കറികൾ പപ്പടമുണ്ട്, പിന്നെ ഇഞ്ചിക്കറി ഉണ്ട്, പിന്നെ അവിയലുണ്ടായിരുന്നു, എരിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ എരിശ്ശേരി ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് വേറെ ചാറൊന്നും വെക്കില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറൊക്കെ ആയിരിക്കും വെക്കുക. ബീൻസ് തോരനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ബീഫ് റോസ്റ്റാണ് കേട്ടോ.
തലേദിവസം തന്നെ ബീഫ് മേടിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളമ്പുന്ന തിരക്കിലൊക്കെയായി. അപ്പോൾ സമയം 1:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പായസം വെക്കണമായിരുന്നു. ചെറുപയർ പരിപ്പ് പായസമാണ് വെച്ചത്. അത് പക്ഷേ ഞാൻ ഈ വ്ളോഗിൽ ചേർത്തിട്ടില്ല, കാരണം എനിക്ക് അന്നേരം ചേർക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇടാണ്ടിരിക്കുന്നത്. പായസവും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ സദ്യ കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ പാർട്ടിയോ പരിപാടിയോ ഒന്നും ഇല്ല, കാരണം ഇത്രയും ഏജൊക്കെ ആയില്ലേ. അപ്പോൾ പിന്നെ ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഇനിയിപ്പോൾ അവരുടെ പിള്ളേരുടെ ബർത്ത്ഡേ ആഘോഷവും വെച്ചു കേട്ടോ. അപ്പോൾ അവൾ സദ്യയൊക്കെ കഴിക്കുന്ന പരിപാടിയിലാണ്. സദ്യ അവൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ വാരിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. തന്നെ നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാലൊക്കെ കഴിക്കും. ചില സമയത്ത് ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളതെടുത്ത് നിലത്തോട്ടിടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തിരിക്കണം കേട്ടോ, ഇരുന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ അവൾക്ക് കറികളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാം കഴിച്ചോളും. അപ്പോൾ അവൾക്ക് ചൂടേതാ തണുപ്പേതാ ഇതൊക്കെ ഇപ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ തൊട്ട് കഴിയുമ്പോഴത്തേന് ചൂടാണെങ്കിൽ ഇങ്ങനെ ഊതി ഊതി കഴിക്കും കേട്ടോ. കഴിക്കുക മാത്രമല്ല, വെള്ളമൊക്കെ ആണെങ്കിലും ഒന്ന് ഊതി ഊതി കുടിക്കുകയൊക്കെ ചെയ്യും. Candles flicker in the glow night air. Laughter's riding on a ഞങ്ങൾ joyful സദ്യയെല്ലാം കഴിഞ്ഞ് day. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി, ഹാപ്പി ആയിട്ടൊക്കെ പോയി. അപ്പോൾ ഞങ്ങളിനി ബാക്കി കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കേക്കും പായസമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.